ഓർമ്മിച്ച് വെക്കണ ഈ സ്ഥലം നമുക്ക് വരാം. അതിന് വരുമ്പോ പേരെന്തോ ഉണ്ട്. അബീമ ഹലോ മക്കൾസ്, വീട്ടിലിരുന്ന് മടി പിടിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ നമ്മൾ വർക്കലക്കാർ ചെന്നെത്തുന്നത് നമ്മുടെ സ്വന്തം ക്ലിഫിലാണ്. അതുപോലെ അന്നും മക്കൾസിനെ എല്ലാം പൊക്കിയെടുത്ത് കാറിലിട്ടു. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വലിയമ്മയെ അവിടെ ബെഞ്ചിലൊക്കെ ഇരുത്തി നമ്മളിന്ന് താഴെ ക്ലിഫിലോട്ടൊന്ന് നടക്കുകയാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഫുഡ് കൂടി കഴിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്, അതുകൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ യാത്രയിൽ നിങ്ങൾ ഒപ്പം കൂടുക. നമ്മുടെ വർക്കല ക്ലിഫ് ഒന്നുകൂടി പറയുകയാണ്, പൊളിയാണ്, പൊളിയാണ്. ഉമ്മയെ കണ്ടു, ചേച്ചിയെ കണ്ടു, ഉമ്മയെ കണ്ടു. ചേച്ചിക്കും താങ്ക് യു ഉമ്മ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അബീമ നോക്ക് നോക്ക് ഭീമ. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ക്ലിഫ് എന്ന് പറഞ്ഞത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ടൂറിസ്റ്റുകളെയാണ്. നമ്മളെപ്പോലെയുള്ള നമ്മുടെ നാട്ടുകാർക്ക് ഇതൊരു പുതുമയല്ലെങ്കിലും ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ സജീവമായിട്ട് ഓരോ ഷോപ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മണങ്ങളുടെയും പെർഫ്യൂംസിൻ്റെയും ഈ ചന്ദനത്തിരികളുടെയും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അവിടെ നിന്ന് കുറച്ച് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന മീനൊക്കെ കാണുമ്പോഴുണ്ട് ഭയങ്കര കൗതുകമോ. അതിൻ്റെ വാലൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്രയും വലിയ മീനുണ്ടല്ലോ എന്ന്. പിന്നെ ഈ കരുന്ന മീനെല്ലാം അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കണമെന്നില്ല കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമോ, ഇതുപോലെയുള്ള ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക, മനസ്സിലായോ? അത് ഒത്തിരി പഴകിയത് കാണും, അതുകൊണ്ട് നോക്കി വേണം ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ മക്കളെ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ കയറിയത് നല്ല റെസ്റ്റോറൻറ്റിലായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. ഇത് കൊള്ളാം കേട്ടാ. ഇതുണ്ട് യുവരാജ്. നമ്മൾ കയറിയത് സൺറൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു. പോളി വൈബായിരുന്നു മക്കൾസെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. വർക്കൽ വരുമ്പോൾ മസ്റ്റ് ട്രൈ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോഴൊന്ന് റിന്യൂവേറ്റ് ചെയ്തതാണ് ഈ റെസ്റ്റോറൻറ്റിന്. ഇത്രയും മനോഹരമായ ഒരു റെസ്റ്റോറൻ്റാക്കി ഇപ്പോൾ അതിനെ മാറ്റി എന്നുള്ളതാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. സീറ്റൊക്കെ റിസർവ്ഡ് ആയിരുന്നു. കറക്റ്റ് നമുക്ക് സീ വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമുക്കൊരു സ്പേസ് കിട്ടിയത്. നമ്മളെല്ലാവരും കൂടി അത്യാവശ്യം 1-2 ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്തു, പക്ഷേ അത് പൊളി സംഭവമായിരുന്നു. ഓക്കെ, അതൊക്കെ റാഹത്തായിട്ട് കഴിച്ചു. കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു, കുറച്ച് റീൽസൊക്കെ എടുത്തു. ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ ഇനി തിരിച്ച് കിട്ടുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളെ, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ. നല്ല നൂഡിൽസ് ആയിരുന്നു, ഫ്രൈഡ് റൈസ് ആയിരുന്നു, അവിടുത്തെ ഷവർമ ഉണ്ടല്ലോ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് റബ്ബിനോട് നന്ദി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നല്ലൊരു ദിവസം, നല്ലൊരു സായാഹ്നം തന്ന റബ്ബിനോട് നന്ദി പറയുന്നു മക്കൾസെ. എൻ്റെ കത്ത് ഞാൻ നിർത്തുകയാണ്.
ബൈ പറഞ്ഞതാണ്. പക്ഷേ ഇതുകൂടി ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9:30 മണി കഴിഞ്ഞു. ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്ന് മനസ്സിലാക്കുക ആ ഒരു സ്പോട്ട് ആൾക്കാർ എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. നമുക്ക് നമ്മുടെ നാടിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ വീണ്ടും ബൈ പറയുന്നു. Bye bye.